ഓ 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ബാഗ് കാണാനില്ല. ഇത് എവിടെ പോയത്? ആ ബാഗ് ഒന്നല്ലോ. അയ്യോ ഇത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞെടുക്കാനുള്ളത് ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, ഞാൻ എന്ത് ചെയ്യും ഇനി? ഒന്നും മേടിക്കണ്ട, നിന്നെ സഹായിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ബ്രോ, അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിന്റെ ബാഗ് ഡാമേജ് ചെയ്യുന്നല്ല പറഞ്ഞേ. ഇപ്പൊ തന്നെ നേരെ എയർപോർട്ട് അതോറിറ്റിയുടെ അടുത്തേക്ക് വിട്ടോ. എന്നിട്ട് ഒരു PIR ഫോം എന്നൊരു ഫോം ഉണ്ട്, അത് വാങ്ങിക്കാം. ഈ ഫോമിൽ നിന്റെ എല്ലാ ഡീറ്റെയിൽസും എഴുതണം. അതായത് നിന്റെ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, ബാഗേജ് ഡീറ്റെയിൽസ്, PNR നമ്പർ, അതുപോലെ എന്ത് തരത്തിലുള്ള ഡാമേജ് ആണ് നിന്റെ ബാഗിന് പറ്റിയത്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഫോമിൽ എഴുതാം. ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഒരു അക്നോളജ്മെന്റ് കിട്ടും. ഈ അക്നോളജ്മെന്റ് കൊണ്ട് വീട്ടിൽ പോയിട്ട് ഏത് എയർലൈൻസിലാണോ ട്രാവൽ ചെയ്തത് അവരുടെ വെബ്സൈറ്റിൽ പോവുക. അതിനുശേഷം അവിടെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക. ആ കംപ്ലൈന്റ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർ നിനക്കൊരു മെയിൽ തിരിച്ചയക്കും. അതിനുശേഷം അവർ നിന്റെ PIR നമ്പർ അവിടെ ആഡ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യേണ്ടിട്ടുണ്ടാവും. അതിനുശേഷം അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. ആ ഇൻവെസ്റ്റിഗേഷൻ മൊത്തം കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ കോമ്പൻസേഷൻ കിട്ടും. എന്താ വെയിറ്റ് ചെയ്യുന്നത്? വീട്ടിൽ പോയി കംപ്ലൈന്റ് ചെയ്യാൻ നോക്ക്. താങ്ക്സ് ബ്രോ, താങ്ക്സ്. ഞാൻ ഇപ്പൊ തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യേ. Boss wala. Be the boss.